രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിലാണ് അദ്ദേഹം ദേശസുരക്ഷയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എടുത്തിട്ടത്. അത് വിവാദമാവുകയും ചെയ്തു. എന്തിനാണ് രാഹുൽ ഈ സമയത്ത് ഈ വിവാദം എടുത്തിട്ടത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം അദ്ദേഹം ഒരു പുസ്തകം, മുൻ സൈനിക മേധാവിയുടെ 4 Stars of Destiny എന്ന പുസ്തകം, ആ പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രസിദ്ധീകരിക്കുന്നതിന് തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തിലെ ചില ഭാഗങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചില വരികൾ അദ്ദേഹം, ഒരു മാഗസിനിൽ വന്ന വരികളാണ് അദ്ദേഹം അന്നത്തെ നേരത്തെ ആർമി ചീഫായിരുന്ന വിജയ് മുകുന്ദ് നവരനയുടെ വാക്കുകൾ എന്ന വ്യാജേന അദ്ദേഹം പറഞ്ഞത്. എന്തിനാണ് ഇത്തരത്തിലൊരു സാഹസത്തിന് രാഹുൽ ഗാന്ധി മുതിർന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഗവൺമെന്റിനെ എതിർക്കാനുള്ള അർഹതയുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ആർക്കും ഗവൺമെന്റിനെ വിമർശിക്കാം, നയങ്ങളെ വിമർശിക്കാം. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ എതിരാളികൾക്ക് സന്തോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്ന് പറഞ്ഞാൽ നമുക്കത് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അത് ശരിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വിജയ് നവരനെ അല്ലെങ്കിൽ നമ്മുടെ മുൻ സൈനിക മേധാവി, അദ്ദേഹം ഒരിക്കലും സർക്കാരിനെ കുറ്റപ്പെടുന്ന രീതിയിലല്ല അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം 2020 ആഗസ്റ്റിൽ ആ സമയത്ത് ചൈനയുമായി സംഘർഷം നടക്കുകയായിരുന്നു. ആ സമയത്ത് രാജ്നാഥ് സിംഗുമായിട്ട് അദ്ദേഹം സംഭാഷണം നടത്തുന്നുണ്ട്, പ്രതിരോധ മന്ത്രിയായിട്ട് സംഭാഷണം നടത്തുന്നുണ്ട്, അദ്ദേഹം പ്രധാനമന്ത്രിയുമായിട്ട് സംഭാഷണം നടത്തുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചത് എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് ചോദിച്ച സമയത്ത് നിങ്ങൾക്ക് യുക്തമായ നിലപാട് സ്വീകരിക്കാം എന്ന് അദ്ദേഹത്തിന് മറുപടി നൽകുകയാണ് ചെയ്തത്. ഇതിനെയാണ് ദുർവ്യാഖ്യാനിക്കുന്നത്. അതേ സമയത്ത് നിരവധി തവണ തന്റെ പുസ്തകത്തിൽ, ആ പുസ്തകം ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്, ആ പുസ്തകത്തിൽ കേന്ദ്ര സർക്കാരിനെ അദ്ദേഹം പ്രകീർത്തിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആർമിക്ക്, അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഒരു യുദ്ധം നടത്തേണ്ട ആർമിക്ക്, ആ ആർമിക്ക് തന്നെ അത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അതേ സമയത്ത് മറിച്ച് ഇന്ദിരാഗാന്ധിയൊക്കെ എന്താണ് ചെയ്തത്? 1971 നമ്മൾ കിഴക്കൻ പാകിസ്ഥാനെ മോചിപ്പിച്ച് ബംഗ്ലാദേശ് രൂപീകരിക്കാൻ അവിടുത്തെ ജനങ്ങളെ സഹായിക്കുന്നത്. ഇന്ത്യൻ പട്ടാളത്തിന്റെ പൂർണ്ണമായ സഹായത്തോടു കൂടിയാണ് ആ ഒരു യുദ്ധം നടന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ ആര് തയ്യാറായിരുന്നില്ല? ഇന്ദിരാഗാന്ധി തയ്യാറായിരുന്നില്ല. കാരണം ഇന്ദിരാഗാന്ധി പറഞ്ഞത് മറ്റൊരു രാജ്യത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ തിരിച്ചടി ഉണ്ടാവില്ലേ, നമ്മുടെ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ നമ്മുടെ ഇമേജിന് മോശം ഉണ്ടാവില്ലേ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ആ ഒരു ശ്രമത്തിൽ പങ്കെടുക്കാൻ ഇന്ദിരാഗാന്ധി വിസമ്മതിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് സൈനിക മേധാവിമാരുടെയും മറ്റു പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് ബംഗ്ലാദേശ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അനുമതി നൽകുന്നത്. ഇവിടെ അതല്ല. ഇവിടെ സൈന്യത്തിന് ഉചിതമായ തീരുമാനമെടുക്കാനുള്ള രാഷ്ട്രീയമായ അധികാരം നൽകുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. ഇവിടെ ഒരിക്കലും അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെത് എന്ന് പറയുന്ന വാചകം മറ്റൊരു പുസ്തകത്തിലെ, മറ്റൊരു മാഗസിനിലെ വാചകം എടുത്ത് അദ്ദേഹത്തിൻ്റെതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തത്. അപ്പം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായ രീതിയിൽ അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? കൈലാസത്തിലേക്ക് 4 ചൈനീസ് വാഹനങ്ങൾ കയറി. അപ്പൊ ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത് നമ്മുടെ സൈന്യത്തിന്റെ ആത്മവീര്യത്തെ, നമ്മുടെ ജനതയുടെ ആത്മവീര്യത്തെ തകർക്കാനാണ്. ഒരുപക്ഷെ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് സൈനിക മേധാവി പറയുന്നുണ്ട്, ഇന്ത്യയുടെ 1 ഇഞ്ച് ഭൂമി പോലും ചൈന കയ്യേറിയിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇത് തിരിച്ചു പറഞ്ഞിരുന്ന ആളാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി പറഞ്ഞത് ചൈന ഇന്ത്യയുടെ ഭൂമി കയ്യേറി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പക്ഷെ ഇത് നിഷേധിക്കുകയാണ് ആര് ചെയ്യുന്നത്? സൈനിക മേധാവി ചെയ്യുന്നത്. പക്ഷെ സൈനിക മേധാവി പറഞ്ഞ ഈ വാചകങ്ങൾ കോട്ട് ചെയ്യാതെ അദ്ദേഹം രാജ്നാഥ് സിംഗുമായിട്ടൊക്കെ സംസാരിച്ച സമയത്ത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ച സമയത്ത് നിങ്ങളത് തീരുമാനിച്ചോളൂ എന്ന് പറയുന്നതിന്റെ അർത്ഥം അത് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് എന്ന ധ്വനി വരുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം മറ്റൊരു ഗുരുതരമായ തെറ്റിയത് ഈ സൈനിക മേധാവി പറയാത്ത രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത്. കോൺഗ്രസിന്റെ ചരിത്രം തന്നെ
നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് വിട്ടുവീഴ്ചയുടെ ചരിത്രമാണ് കോൺഗ്രസിന് എന്നും ഉണ്ടായിരുന്നത്. നമുക്ക് കാശ്മീർ നമ്മുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടത് നെഹ്റുവിന്റെ വിദേശ നയം കൊണ്ടാണ്. നെഹ്റുവിന് പകരം സർദാർ പട്ടേലാണ് കാശ്മീർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കാശ്മീർ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ കാശ്മീരിലെ ഭൂഭൂരിഭാഗവും നമുക്ക് നഷ്ടപ്പെടുമായിരുന്നില്ല. അതേപോലെ തന്നെയാണ് എല്ലാ വിഷയങ്ങളിലും നമുക്ക് കച്ചിത്തീവിന്റെ ഉദാഹരണം എടുത്ത് നോക്കിയാൽ കച്ചിത്തീവും നമ്മൾ ശ്രീലങ്കയ്ക്ക് വിട്ടുകൊടുത്താണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തിന് നെഹ്റു ചൈന ഏറ്റവും 37,000 ചതുരശ്ര കിലോമീറ്റർ സ്ഥലം നമുക്ക് നഷ്ടപ്പെട്ടത് നെഹ്റുവിന്റെ കാലത്താണ്. അപ്പം നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം നെഹ്റു പലപ്പോഴും പറഞ്ഞത്, പല ഭൂമിയേക്കും പറഞ്ഞത് അവിടെ പുല്ലുമുളയ്ക്കാത്ത ഭൂമിയാണ് എന്നൊക്കെയാ പറഞ്ഞത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാതൃഭൂമിയോട് വൈകാരികമായ ഒരു അടുപ്പമാണുള്ളത്. അതിന്റെ ബെനിഫിറ്റ് നോക്കിയിട്ട്, അല്ലെങ്കിൽ ആ ഭൂമി ഫലഭൂയിഷ്ടമാണോ അല്ലയോ, കൃഷി ഇറക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് നോക്കിയിട്ടല്ല നാം നമ്മുടെ ഭൂമിയായിട്ട് കണക്കാക്കിയത്. അത് നമ്മുടേതായത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെ ഒരു നിലപാടല്ല കോൺഗ്രസ് എല്ലാ കാലത്തും സ്വീകരിച്ചിരുന്നത്. അങ്ങനെയുള്ള കോൺഗ്രസ്, അതായത് ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ കാശ്മീർ പ്രശ്നം പൂർണ്ണമായിട്ടും 1971 തന്നെ തീർക്കാമായിരുന്നു. പാകിസ്ഥാന്റെ പട്ടാളക്കാരെ വിട്ടുകൊടുക്കുന്ന സമയത്ത് ഒരു കണ്ടീഷൻ വെച്ചിരുന്നെങ്കിൽ, ഇതുവരെയുള്ള പാകിസ്ഥാന്റെ എല്ലാ ഓക്കുപ്പേഷനും അവർ അവിടെ നിന്നൊക്കെ പിൻവാങ്ങണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അങ്ങനെയായിരുന്നെങ്കിൽ നമുക്ക് 90,000-ഓളം പാകിസ്ഥാൻ പട്ടാളക്കാരെ, നമ്മുടെ കസ്റ്റഡിയിലുള്ള പട്ടാളക്കാരെ നമ്മൾ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ആ നിരുപാധികം വിട്ടുകൊടുക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിരുന്നെങ്കിൽ നമുക്ക് കശ്മീർ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. നെഹ്റുവിന് കാശ്മീർ പ്രശ്നം പരിഹരിക്കാമായിരുന്നു. പിന്നീട് ഇന്ദിരാഗാന്ധിക്ക് അതിന് അവസരം കൈവന്നു. പക്ഷെ അന്നൊന്നും അവരത് ചെയ്തില്ല. ഇപ്പം അവർ BJP സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് തെറ്റായ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരികയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അന്തർദേശീയ തലത്തിൽ നമുക്ക് ക്ഷീണമുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പൊ പല സാമൂഹ്യ മാധ്യമങ്ങളിലും പലരും ചോദിക്കുന്നത് രാഹുൽ ഇന്ത്യക്കാരൻ തന്നെയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടി അതിന്റെ തലപ്പത്ത്, അത് കുടുംബ പാരമ്പര്യം കൊണ്ട് മാത്രമാണെങ്കിലും ആ തലപ്പത്തിരിക്കുന്ന ആൾക്ക്, നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ മുമ്പിലിരിക്കുന്ന ആൾക്ക്, തലപ്പത്തിരിക്കുന്ന ആൾക്ക് നമ്മുടെ നാടിനോട് കൂറില്ലേ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. പലപ്പോഴും പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം നടക്കുന്ന സമയത്ത്, ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ തന്നെ പാകിസ്ഥാന് സ്വീകാര്യത നൽകുന്നതായിരുന്നു. കാരണം പാകിസ്ഥാൻ അവകാശവാദങ്ങൾ പുറപ്പെടുവിക്കുന്നു, നമ്മുടെ വിമാനങ്ങൾ തകർത്തു എന്നൊക്കെ. ഇപ്പോൾ അത് അല്ല എന്ന് അന്താരാഷ്ട്ര ഏജൻസികളൊക്കെ തന്നെ പറഞ്ഞു സമ്മതിച്ചതാണ്. പക്ഷെ അന്നും പാകിസ്ഥാന്റെ വാദങ്ങൾക്ക് കയ്യടി കിട്ടുന്ന രീതിയിലാണ് ഇന്ത്യയിലെ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷത്തെ കോൺഗ്രസും ഒക്കെ പ്രസ്താവനകളൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടെടുത്തത് ശശി തരൂർ മാത്രമായിരുന്നു. അപ്പൊ ഇങ്ങനെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉയരുന്ന ചോദ്യം.